നമസ്കാരം. 1947 ഓഗസ്റ്റ് 14 രാത്രി അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യ നിമിഷത്തിന് മുൻപ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട പ്രസംഗത്തിന്റെ കരട് ഒരിക്കൽ കൂടി വായിച്ച ശേഷം അത്താഴത്തിനിരുന്ന നെഹ്റുവിന് ഒരു ഫോൺ കോൾ ലാഹോറിൽ നിന്നാണ്. വിഭജനത്തിൽ പാകിസ്ഥാനിലായ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ്. ഇതറിഞ്ഞാൽ ഡൽഹിയിലും ഇന്ത്യൻ ഭാഗത്തെ പഞ്ചാബിലും ബംഗാളിലും മറ്റും പ്രതികാര കൊലപാതകങ്ങൾ നടന്നേക്കാം. ആഭ്യന്തരമന്ത്രി പട്ടേലിനെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിധിപ്പിക്കൊണ്ടാണ് നെഹ്റു ഇക്കാര്യം അറിയിച്ചത്. കരങ്ങിക്കൊണ്ട് പുതിയ രാഷ്ട്രത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രിയുടെ അവസ്ഥ. അതേസമയം പാകിസ്ഥാന്റെ നിയുക്ത തലസ്ഥാനമായ കറാച്ചിയിൽ മുഹമ്മദ് അലി ജിന്നയ്ക്ക് അധികാര കൈമാറ്റം നടക്കുകയായിരുന്നു. മടങ്ങവേ വിമാനത്തിലിരുന്ന് ആ കാഴ്ച കണ്ട അധികാര കൈമാറ്റത്തിന് ചുക്കാൻ പിടിച്ച അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ഞെട്ടി. ഇരു പഞ്ചാബിലെയും നൂറുകണക്കിന് വീടുകളും കടകമ്പോളങ്ങളും ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. അവയ്ക്കിടയിലൂടെ നുഴഞ്ഞു നീങ്ങുന്ന 10,000-കണക്കിന് മനുഷ്യരും കാളവണ്ടികളും. തലയിൽ കൈവച്ചാണ് മൗണ്ട് ബാറ്റൻ ആ കാഴ്ച കണ്ടത്. ചോരയിലൂടെയാണ് രണ്ട് പുതിയ രാഷ്ട്രങ്ങളും പിറന്നത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ 10 ദുരന്തങ്ങളിലൊന്നായി ഇന്ത്യ വിഭജനത്തെ കണക്കാക്കപ്പെടുന്നു. കലാപത്തിലും പലായനത്തിലുമായി 20 ലക്ഷത്തോളം പേർ മരിച്ചുവെന്നാണ് കണക്ക്. 2 കോടിയോളം പേർ കുടിയിറക്കപ്പെട്ടു. വിഭജനത്തിൻ്റെ ഉണങ്ങാത്ത മുറിവ് ഇന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തീരാവേദനയായി നിൽക്കുന്നു. ഒരു സംശയവുമില്ല, വിഭജനം ഒരു ഭീതി തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലും വിഭജന ഓർമ്മകൾ വീണ്ടും വന്നത് ഗവർണർ രാജേന്ദ്ര അർലേക്കറിലൂടെയാണ്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് രാജ്ഭവൻ നിർദ്ദേശം നൽകിയതാണ് വിവാദമായത്. ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2021 മുതൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിച്ചു വരികയാണ്. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം UGCയും വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തവണ സർവകലാശാലകൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് രാജ്ഭവൻ പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നിനാണ് ഇന്ത്യ വിഭജന പ്രഖ്യാപനം വഴിയൊരുക്കിയത്. ബ്രിട്ടീഷുകാർ വിഭജനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കൂട്ടക്കൊലകൾ ആരംഭിച്ചു. അയൽക്കാരെ കൊന്നൊടുക്കി. ബാല്യകാല സുഹൃത്തുക്കൾ ബദ്ധശത്രുക്കളായി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും പലായനം ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എതിർദിശയിലേക്കും. പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള തീവണ്ടികൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആരാണ് ഇന്ത്യ വിഭജനത്തിന് കാരണക്കാർ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. ദ്വിരാഷ്ട്രവാദം എന്നത് മുസ്ലിം ലീഗിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നത് ഒരു വസ്തുതയാണ്. RC മജുംദാർ തൻ്റെ ഹിസ്റ്ററി ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന കൃതിയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം ലീഗും ജിന്നയും ദ്വിരാഷ്ട്ര സിദ്ധാന്തം സ്വീകരിക്കുന്നതിന് അരനൂറ്റാണ്ട് മുൻപ് തന്നെ നഭഗോപാൽ മിത്ര ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചിരുന്നു. ഭായ് പരമാനന്ദ്, ലാലാ ലജ്പത് റായ്, BS മിഞ്ചയ്, VD സവർക്കർ തുടങ്ങിയ ആര്യ സമാജ് ഹിന്ദു മഹാസഭ നേതാക്കളാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്നും അവർക്ക് പരസ്പര സഹവർത്തിത്വത്തിലൂടെ ജീവിക്കാനാകില്ല എന്നുമുള്ള അപകടകരമായ സിദ്ധാന്തം അവതരിപ്പിച്ചത്. 1930 മുസ്ലിം ലീഗിൻ്റെ അലഹബാദ് സമ്മേളനത്തിൽ സർ മുഹമ്മദ് ഇക്ബാൽ ഇതേ ആശയം അവതരിപ്പിക്കുകയും മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഫെഡറേഷനുള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്വയം ഭരണ സംസ്ഥാനമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. 1933 ചൗധരി റഹ്മത്ത് അലി പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രം ആവശ്യപ്പെട്ടു. 1940 മാർച്ച് 23 മുസ്ലിം ലീഗിൻ്റെ ലാഹോർ സമ്മേളനം ഇന്ത്യ വിഭജനവും പാകിസ്ഥാൻ എന്ന മുസ്ലിം പരമാധികാര രാഷ്ട്രവും ഔപചാരികമായി ആവശ്യപ്പെട്ടു. പക്ഷെ കാര്യങ്ങൾ ഇത്രയൊക്കെ വഷളാക്കിയത് മുഹമ്മദ് അലി ജിന്നയുടെ അധികാര കൊതിയായിരുന്നുവെന്ന് വിവിധ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ചെയിൻ സ്മോക്കറും മദ്യപാനിയും പന്നിയിറച്ചി വരെ കഴിക്കുകയും ചെയ്ത ഇസ്ലാമിൻ്റെ ഒരു പ്രധാന ആചാരങ്ങളും പിന്തുടരാത്ത ജിന്ന പക്ഷെ വർഗീയ കാർഡ്
ഇന്ത്യ വിഭജനത്തിന് വേണ്ടി എടുത്തിട്ടു. ജിന്നയ്ക്ക് ശ്വാസകോശ ക്യാൻസർ ആയിരുന്നുവെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ വിഭജനം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം ഇക്കാര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയെ ഇത്രയേറെ വർഗീയ കലുഷിതമാക്കിയത് ജിന്നയുടെ നേതൃത്വത്തിൽ നടന്ന ഡയറക്റ്റ് ആക്ഷൻ പദ്ധതിയാണ്. ക്യാബിനറ്റ് മിഷൻ പരാജയപ്പെട്ടതിന് ശേഷം 1946 ജൂലൈയിൽ ജിന്ന ബോംബായിലെ തൻ്റെ വീട്ടിൽ ഒരു പത്രസമ്മേളനം നടത്തി. പിറ്റേന്ന് 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിരിക്കുമെന്ന് ജിന്ന പ്രഖ്യാപിക്കുകയും കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പാകിസ്ഥാന് വേണ്ടിയുള്ള മുസ്ലിം ലീഗിൻ്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നു അത്. ആ ദിവസം രാവിലെ കൊൽക്കത്തയിലെ ഓക്ടർലോണി സ്മാരകത്തിൽ സായുധരായ മുസ്ലിം സംഘങ്ങൾ ഒത്തുകൂടി. ലീഗിൻ്റെ ബംഗാൾ മുഖ്യമന്ത്രി ഹുസൈൻ ഷഹീദ് സുഹ്രവദ്രിയുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. നിങ്ങൾ ആക്രമിച്ചോളൂ, പോലീസ് ഒന്നും ചെയ്യില്ല എന്ന സന്ദേശമായിരുന്നു അദ്ദേഹം നൽകിയത്. കൊൽക്കത്തയിൽ തിരിച്ചെത്തിയ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിച്ചു. അക്രമവും പാകിസ്ഥാൻ ആവശ്യവും തമ്മിലുള്ള വ്യക്തമായ ബന്ധം കാണിക്കുന്ന ലഘുരേഖകൾ അവർ നേരത്തെ വിതരണം ചെയ്തിരുന്നു. തുടർന്ന് കൽക്കത്തയിൽ വലിയ കലാപങ്ങളുണ്ടായി. അടുത്ത ദിവസം ഹിന്ദുക്കൾ തിരിച്ചടിച്ചു. ആക്രമം 3 ദിവസം തുടർന്നു. ഇതിൽ ഏകദേശം 4000 പേർ മരിച്ചു. ഇതോടെ ഇന്ത്യ ഗവൺമെൻറ്റും കോൺഗ്രസും നടങ്ങിപ്പോയി. ഇങ്ങനെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഒടുവിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇന്ത്യയെ വിഭജിക്കാൻ കോൺഗ്രസ് സമ്മതം മൂളുന്നത്. വിഭജന ഭീതി എന്തായിരുന്നുവെന്ന് അറിയണമെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഡൊമിനിക് ലാപ്പിയർ എന്ന ഫ്രഞ്ചുകാരനും ലാറി കോളിൻസ് എന്ന അമേരിക്കനും ചേർന്നെഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ഒറ്റ പുസ്തകം വായിച്ചാൽ മതിയാകും. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ സ്ഥാനമേൽക്കുന്നത് മുതൽ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ കൊലപാതകം വരെയുള്ള കാര്യങ്ങളാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റിൽ പ്രതിപാദിക്കുന്നത്. അതിൽ വിഭജനം സൃഷ്ടിച്ച മുറിവുകളും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. സർ സിറിൽ റാഡ്ക്ലിഫ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വരച്ച വിഭജന രേഖ അനുസരിച്ച് ഹിന്ദുക്കളും സിഖ് വംശജരും കൂടുതലുള്ള പ്രദേശങ്ങൾ പുതിയ ഇന്ത്യയിലേക്കും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പുതിയ രാഷ്ട്രമായ പാകിസ്ഥാനിലേക്കും നിയോഗിക്കപ്പെട്ടു. പഞ്ചാബ്, ബംഗാൾ എന്നീ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളുടെ വിഭാവനമായിരുന്നു ഏറ്റവും പ്രശ്നം. ഇവിടെ റാഡ്ക്ലിഫ രേഖ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നുണ്ടായ വർഗീയ ആക്രമണം ഭയാനകമായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും വെച്ച ഏറ്റവും ക്രൂരമായ ആക്രമണം പഞ്ചാബിലാണ് നടന്നത്. മുസ്ലിങ്ങൾ കൂടുതലുള്ള പഞ്ചാബ് പ്രവിശ്യയുടെ പടിഞ്ഞാറൻ ഭാഗം പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയായി. ഹിന്ദുക്കളും സിഖുകാരും കൂടുതലുള്ള കിഴക്കൻ ഭാഗം ഇന്ത്യയുടെ കിഴക്കൻ പഞ്ചാബ് സംസ്ഥാനമായി. ഇത് പിന്നീട് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ പുതിയ സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. നിരവധി ഹിന്ദുക്കളും സിഖുകാരും പടിഞ്ഞാറൻ പ്രദേശത്തും നിരവധി മുസ്ലിങ്ങൾ കിഴക്കൻ പ്രദേശത്തും താമസിച്ചിരുന്നു. അവർ അതിഭീകരമായി വേട്ടയാടപ്പെട്ടു. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ വിഭജനം എല്ലാം നഷ്ടപ്പെടുത്തിയവരുടെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. വിഭജന കലാപങ്ങളുടെ ഏറ്റവും രൂക്ഷമായ മുഖം കണ്ടത് പഞ്ചാബിലും ബംഗാളിലുമായിരുന്നു. വിഭജന സമയത്ത് പഞ്ചാബിലുടനീളമുള്ള മൊത്തം കുടിയേറ്റം 12 ദശലക്ഷമായാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 6.5 ദശലക്ഷം മുസ്ലിങ്ങൾ പടിഞ്ഞാറൻ പഞ്ചാബിലേക്കും 4.7 ദശലക്ഷം ഹിന്ദുക്കളും സിഖുകാരും കിഴക്കൻ പഞ്ചാബിലേക്കും മാറി. കിഴക്കൻ പഞ്ചാബിൽ ഒരു മുസ്ലിമും അതിജീവിച്ചില്ല എന്നാണ് പറയുന്നത്. പശ്ചിമ പഞ്ചാബിൽ ഒരു ഹിന്ദുവോ സിഖുകാരനോ അതിജീവിച്ചില്ല. പശ്ചിമ പഞ്ചാബിൻ്റെ ഗവർണറായിരുന്ന സർ ഫ്രാൻസിസ് മുഡി തൻ്റെ പ്രവിശ്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 5 ലക്ഷത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് പറയപ്പെടുന്നുണ്ട്. കറാച്ചിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ 8 ലക്ഷം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലാഹോർ പഞ്ചാബ് തീവണ്ടികൾ രക്ത തീവണ്ടികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഖുഷ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകമൊക്കെ വായിച്ചാൽ തന്നെ നമ്മുടെ ചോര വാർന്നു പോകും. ലാഹോറിൽ നിന്ന് വന്ന ഒരു വണ്ടിയിൽ നിറയെ സിഖുകാരുടെ കബന്ധങ്ങളായിരുന്നു. അതിൽ രക്തം കൊണ്ട് എഴുതിയ ഒരു കുറിപ്പും. 1947 മാർച്ച് 3 ലാഹോറിൽ സിഖ് നേതാവ് താരാ സിംഗ് ഏകദേശം 500 സിഖുകാരോടൊപ്പം ഒരു വേദിയിൽ നിന്ന് പാകിസ്ഥാന് മരണം പ്രഖ്യാപിച്ചു. തൻ്റെ കൃപാൻ ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ പ്രഖ്യാപനം. വടക്കൻ പഞ്ചാബിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ ജനം സിഖുകാർക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും തിരിയുന്നത് ഇത് കാരണമായി. പേടിച്ച് നഗ്നപാതരായി റെയിൽ പാളത്തിലൂടെ നടന്നു വന്ന് വീണ് മരിച്ചവർ പോലും ആയിരങ്ങളായിരുന്നു. അവിടെ നിന്ന് സിഖുകാരെ ആക്രമിച്ചപ്പോൾ ഇവിടെയുള്ള സിഖുകാർ അതിപൈശാചികമായി തിരിച്ചടിച്ചു. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഹിന്ദുക്കളെയും സിഖുകാരെയും കൊന്നൊടുക്കിയതിനേക്കാൾ ഇരട്ടി മുസ്ലിങ്ങൾ കിഴക്കൻ പഞ്ചാബിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവിധ ചരിത്രകാരന്മാർ പറയുന്നത്.
ബംഗാളിലും റാഡ്ക്ലിഫ് രേഖ മൂലം കൂട്ടക്കൊലകളുണ്ടായി. ഗംഗയുടെ വലതുകരയിൽ സ്ഥിതി ചെയ്യുന്ന മുർഷിദാബാദ്, മാൽഡ ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷമായിരുന്നിട്ടും ഇന്ത്യക്കാണ് കിട്ടിയത്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നതും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാൽ ചുറ്റപ്പെട്ടതുമായ ഹിന്ദു ഭൂരിപക്ഷ ഖുൽന ജില്ല പാകിസ്ഥാന് നൽകിയ കിഴക്കൻ ബംഗാളിലെ ജില്ലകളിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കളും ആക്രമിക്കപ്പെട്ടു. ഉടുതുണി നോക്കി മതം ഉറപ്പുവരുത്തിയാണ് പലരെയും വെട്ടിക്കൊന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഇങ്ങോട്ട് പലായനം ചെയ്തു. പലരും പട്ടിണിയും അസുഖവും മൂലം വഴിയിൽ വീണ് മരിച്ചു. കൽക്കട്ടയിലേക്കുള്ള ഹിന്ദു അഭയാർത്ഥികളുടെ വൻതോതിലുള്ള ഒഴുക്ക് നഗരത്തിൻ്റെ ജനസംഖ്യാ ഘടനയെ തന്നെ ബാധിക്കുകയായിരുന്നു. ഇതോടെ നിരവധി മുസ്ലിങ്ങൾ നഗരം വിട്ട കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയി. അഭയാർത്ഥി കുടുംബങ്ങൾ അവരുടെ ചില വീടുകളിലും സ്വത്തുക്കളും കൈവശപ്പെടുത്തി. വിഭജന സമയത്ത് ബംഗാളിലുടനീളമുള്ള മൊത്തം കുടിയേറ്റം 3.3 ദശലക്ഷമായി കണക്കാക്കപ്പെടുന്നുണ്ടായിരുന്നു. 2.6 ദശലക്ഷം ഹിന്ദുക്കൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും 0.7 ദശലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് മാറി. ജനസാന്ദ്രത കുറഞ്ഞ ചിറ്റഗോങ് കുന്നിൻ പ്രദേശങ്ങൾ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. 1947 രേഖകളിൽ 98.5 ബുദ്ധമത ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും ഈ പ്രദേശം പാകിസ്ഥാനാണ് കിട്ടിയത്. ഇവിടെയും കൊലകൾ അരങ്ങേറി. 1947 ഡിസംബർ 6 ഇന്ത്യയിലെ അജ്മീറിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ദർഗാ ബസാറിൽ ചില സിന്ധി ഹിന്ദു അഭയാർത്ഥികളും തദ്ദേശീയ മുസ്ലിങ്ങളും തമ്മിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നായിരുന്നു അത്. ഡിസംബർ മധ്യത്തിൽ അജ്മീറിൽ വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു. കത്തിക്കുത്തും കൊള്ളയും തീവെപ്പും ഉണ്ടായതോടെ അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. നിരവധി മുസ്ലിങ്ങൾ താൻ മരുഭൂമി കടന്ന് പാകിസ്ഥാനിലെ സിന്ധിലേക്ക് പലായനം ചെയ്തു. പലരും മരുഭൂമിയിൽ പിടങ്ങി മരിച്ചു. 1971 കിഴക്കൻ ബംഗാൾ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശായി. അന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ കാർമ്മികത്വത്തിൽ ആയിരക്കണക്കിന് ബംഗാളികളെയാണ് കൊന്നൊടുക്കിയത്. കലാപത്തിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പേർ ഇന്ത്യയിൽ അഭയാർത്ഥികളായി. പക്ഷേ പാകിസ്ഥാനും വേണ്ടായി. ചരിത്രം പ്രഹസനമായി ആവർത്തിക്കപ്പെട്ടു.